നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നഗരസഭ അനുമതി നൽകിയില്ല, ഈദ്ഗാഹ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടത്തി. കേരള സ്റ്റോറി വിവാദമാക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരെന്ന് കെ സുരേന്ദ്രൻ. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ 3-ാം ദിവസം വിവിധ പൂജകൾ നടന്നു. താനാളൂരിൽ ബൈക്കിടിച്ച് വയോധിക മരണപ്പെട്ടു. നാട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചു. KNM പരിയാപുരം യൂണിറ്റ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. തിരൂർ താഴെപ്പാലം നഗരസഭാ സ്റ്റേഡിയത്തിൽ തീരുമാനിച്ച പെരുന്നാൾ നമസ്കാരം തിരൂർ നഗരസഭ UDF ഭരണസമിതി ഉടക്കിട്ടതോടെ താഴെപ്പാലത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ വാഹന പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടത്തി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. കഴിഞ്ഞ ആഴ്ചയാണ് നഗരസഭ അധികൃതർ ഈദ്ഗാഹിന് നഗരസഭാ സ്റ്റേഡിയത്തിൽ അനുമതി നൽകിയത്. ചൊവ്വാഴ്ച അനുമതി പിൻവലിച്ച് വിസ്ഡം ഭാരവാഹികൾക്ക് കത്ത് നൽകുകയായിരുന്നു. നേരത്തെ നഗരസഭാ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹിന് നൽകിയ അനുമതി നഗരസഭ നിരസിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് നഗരസഭാ അധികൃതർ ഈദ്ഗാഹിന് നഗരസഭാ സ്റ്റേഡിയത്തിൽ അനുമതി നൽകിയത്. എന്നാൽ ചൊവ്വാഴ്ച അനുമതി പിൻവലിച്ച് വിസ്ഡം ഭാരവാഹികൾക്ക് കത്ത് നൽകുകയായിരുന്നു. 30,000 രൂപ അഡ്വാൻസും 6,000 രൂപ വാടകയും ഈടാക്കിയിട്ടും നഗരസഭാ സ്റ്റേഡിയത്തിൽ അനുമതി നിഷേധിച്ചതോടെ സംഘാടകർ പ്രതിസന്ധിയിലാകുകയും പിന്നീട് വാഹന പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. രാവിലെ 7:20 ആരംഭിച്ച ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി കുടുംബങ്ങൾ പങ്കെടുത്തു. വിസ്ഡം സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ മധുരം വിതരണം ചെയ്തു. ജില്ലയിലെ വിവിധ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധനസമാഹരണവും നടന്നു. കേരള സ്റ്റോറി സിനിമാ പ്രദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണെന്നും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരള സ്റ്റോറി നടന്ന കഥയാണ്. അതുകൊണ്ട് ഈ ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വിവാദമാക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരാണ്. വർഗീയ ശക്തികളുടെ വോട്ടുകൊണ്ട് അധികാരത്തിലെത്തിക്കാമെന്ന് വ്യാമോഹിക്കുന്നവരുടെ മോഹം നടക്കാൻ പോകുന്നില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, ഈ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാണ്. കാരണം കേരള സ്റ്റോറി ഒരു പ്രദർശിപ്പിക്കുന്നതിനെതിരായിട്ട് വലിയ എതിർപ്പാണ് LDFും UDFും ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ എതിർപ്പിനെ തൃണവൽ ഗണിച്ചുകൊണ്ടാണ് താമരശ്ശേരി രൂപത അടക്കം ഈ ചലച്ചിത്രത്തിന് പിന്തുണ നൽകിയതും അവർ അത് പ്രദർശിപ്പിക്കാൻ അവരുടെ ഇടവകകളിൽ അനുമതി നൽകിയത്. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ താമരശ്ശേരി ബിഷപ്പ് അഭിവന്ദ്യന്മാർ റെമി ജിയോസ് ഇഞ്ചനാനിയലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. ന്യൂസ് മലപ്പുറം. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ മുന്നോടിയായ ദ്രവ്യകലശം 3-ാം ദിവസം ഭഗവതിക്ക് ധാര, പഞ്ചഗവ്യം, പഞ്ചകം, കലശപൂജ തുടങ്ങിയവ നടത്തി. ഉത്സവത്തിന്റെ 3-ാം ദിവസം ഭഗവതിക്ക് ധാര, പഞ്ചഗവ്യം, പഞ്ചകം, കലശപൂജ തുടങ്ങിയവ നടത്തി. ആചാര്യൻ തന്ത്രി കൽപ്പുഴ നാരായണൻ നമ്പൂതിരി, ശങ്കരൻ നമ്പൂതിരി, മേൽശാന്തി സുധീർ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് തിരുനാവായ.
താനാളൂരിൽ ബൈക്കിടിച്ച് വയോധിക മരണപ്പെട്ടു. താനാളൂർ പരേങ്ങത്ത് പ്രാണാട്ടിൽ മൊയ്തീൻകുട്ടിയുടെ ഭാര്യ കുന്നത്ത് ഫാത്തിമ ഹച്ചുമ്മയാണ് മരണപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി അയൽവീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് അപകടം നടന്നത്. ചൊവ്വാഴ്ച രാത്രി അയൽവീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് അപകടം. പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയാണ് ഉണ്ടായത്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താന്നാളൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്തു. മക്കൾ ഹനീഫ, റസാഖ്, ഉമൈബാനു, മരുമക്കൾ മുഹമ്മദ്, നസീറ, റൈഹാനത്ത് എന്നിവരാണ്. വെട്ടന്യൂസ് താന്നാളൂർ. LDF പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി KS ഹംസ സ്വന്തം നാടായ പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപാടം ജുമാഅത്ത് പള്ളിയിൽ പെരുന്നാൾ നമസ്കരിച്ചു. ഇവിടെ മഹല്ല മുതവല്ലി കൂടിയാണ് അദ്ദേഹം. KS ഹംസ നാട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചു. മഹല്ല് കമ്മിറ്റി അംഗങ്ങളും പള്ളി ഖത്തീബും ചേർന്ന് അദ്ദേഹത്തിന് സ്വീകരണം നൽകി. തുടർന്ന് തൊഴുപ്പാടം നിവാസികളും പരിസര പ്രദേശങ്ങളിലെ മറ്റുള്ളവരും ഒരുക്കിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം പെരുന്നാൾ ആഘോഷിച്ചത്. വെട്ടന്യൂസ് പൊന്നാനി. പറവണ്ണ ഈസ്റ്റ് അരിക്കാഞ്ചിറ ടറഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. രാവിലെ 7 മണിയോടെയാണ് ഈദ്ഗാഹ് ആരംഭിച്ചത്. തക്ബീർ ധ്വനികളുടെ നിറവിൽ നാടെങ്ങും ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. ഒരു മാസത്തെ വ്രത നിർവൃതിയുമായി ആഭാലവ്രതം വിശ്വാസികളും രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരത്തിലും ഈദ്ഗാഹിലും പങ്കെടുത്തു. പറവണ്ണ ഈസ്റ്റ് അരിക്കാഞ്ചിറ ടർഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. രാവിലെ 7 മണിയോടെയാണ് ഈദ്ഗാഹ് ആരംഭിച്ചത്. അവൻ റമദാനിൽ നോമ്പെടുത്ത് എല്ലാം ചെയ്ത് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ പരലോകത്തെല്ലാം നഷ്ടപ്പെട്ടവനായി കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. KNM പരിയാപുരം യൂണിറ്റാണ് ഈദ്ഗാഹിന് നേതൃത്വം നൽകിയത്. സഹീർ വെട്ടം പ്രഭാഷണം നടത്തി. സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ ചില വൈകാരിക നിമിഷങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ചില സുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിഞ്ഞും അറിയാതെ. വെട്ടന്യൂസ് പറവണ്ണ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.